കർത്താവിൽ വാത്സല്യ സൗരസോന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചയവുമായ സ്നേഹത്തിൽ സ്നേഹവന്ദനങ്ങളെ ആശംസിക്കുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള സകല വിശ്വാസികളും വിവിധങ്ങളായ സാഹചര്യങ്ങളിലും സമയങ്ങളിലും തങ്ങളെ വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായ ദിവസമാണ്. ഞായറാഴ്ചയെ സംബന്ധിച്ച് നാം സാധാരണയായി പറയാറുള്ളത് ആരാധനയ്ക്കായി വേർതിരിക്കപ്പെട്ട ദിവസം എന്നാണ്. ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളും ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എങ്കിലും ഞായറാഴ്ച വേറിട്ട് വന്ന് ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾക്കുവേൻ, അവനെൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് എന്ത് എന്ന് ഞാൻ വിവരിക്കാം എന്ന് സങ്കീർത്തനക്കാരൻ പറയുള്ളതുപോലെ ദൈവത്തെ ആരാധിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മനോഹരമായ സമയമാണിത്. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഞാൻ 32-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. നാം എല്ലാവരും മനസ്സിലാക്കുന്ന പോലെ ദൈവത്തിൻ്റെ ദാസനാകുന്ന ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു പാപത്തിൽ അകപ്പെടുകയും ആ പാപത്തിൻ്റെ ഭയാനകമായ വിഴുപ്പ് താൻ ചുമക്കുകയും ചെയ്യേണ്ടി വന്ന നാളുകളിൽ അവൻ അനുഭവിച്ച മാനസികമായ സമ്മർദ്ദങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, ഇതെല്ലാം അയവിറക്കി അവൻ ദൈവസന്നിധിയിൽ പാപമോചനത്തിനായി ദൈവത്തോട് കേണ് അപേക്ഷിച്ച് കർത്താവിനെ കഴുകി വിശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് താൻ എഴുതിയ ഒരു സങ്കീർത്തനമാണ് 32-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ 2 കാര്യങ്ങൾ ദാവീദ് പറയുന്നു. ഒന്ന്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. 2 വശങ്ങളാണ്, പാപത്തിൻ്റെ 2 വശങ്ങളാണ് ദാവീദ് പറയുന്നത്. ഒന്ന്, ലംഘനം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നത്. പാപം എന്ന് പറയുന്നത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത്. ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്നത് ലംഘനം, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് പാപം. 2 നിലയിലും മനുഷ്യവർഗം ദൈവസന്നിധിയിൽ പാപികളാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ലംഘനക്കാരാണ് നാം എല്ലാവരും. റോമാലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഏക മനുഷ്യൻ്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നു എന്ന് വായിക്കുന്നു. ആ ഏക മനുഷ്യൻ ആരാണെന്ന് നമുക്കറിയാം. ആദ്യ മനുഷ്യനായ ആദാമാണ്. ആദാമിൻ്റെ പാപം ഹേതുവായിട്ടാണ് ഞാനും നിങ്ങളും ലംഘനക്കാരായി തീർന്നത്. നാം ആരും നേരിട്ട് ലംഘനം ദൈവത്തോട് ചെയ്ത പാപികളായവരല്ല. എന്നാൽ ആദാമ്യ സന്തതി പരമ്പരയിൽ ഞാനും നിങ്ങളും ജനിക്കുകയുണ്ട്. ആദാം മുഖാന്തരമായി നാം ലംഘനക്കാരായി തീർന്നിരിക്കുന്നു. ആദാം മനുഷ്യവർഗത്തിൻ്റെ ഒരു ഫെഡറൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിലാണ് തൻ്റെ പ്രവൃത്തി ചെയ്തപ്പോൾ അവൻ പാപം ചെയ്തത്. അതുകൊണ്ട് പ്രതിനിധിയായ ആദാമിൽ നിന്ന് പ്രകൃതിയ മക്കളായി ജനിച്ച, തലമുറകളായി ജനിച്ച ഞാനും നിങ്ങളും ദൈവദൃഷ്ടിയിൽ പാപികളാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. നാം ലംഘനക്കാരാണ്, കുറ്റക്കാരാണ്. ദാവീദ് പറയുകയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ലംഘനങ്ങളെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ കണക്കിട്ടു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. നമ്മുടെ പാപങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം മറച്ചു എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. നമ്മുടെ ലംഘനങ്ങൾ എന്ന് പറയുന്നത് കൊടുത്തു തീർക്കാൻ കഴിയാത്ത കടഭാരമായിട്ടാണ് നമ്മുടെ ജീവിതത്തെ നിലനിട്ടത്. മനുഷ്യൻ ഒരിക്കലും അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിലുള്ള കടം കൊടുത്തു തീർക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ഒരിക്കലും കൊടുത്തു തീർക്കാൻ കഴിയാത്ത ഭയാനകമായ പാപത്തിൻ്റെ കടഭാരം പേറി ജീവിക്കുന്നവരാണ് മനുഷ്യവർഗം. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ലംഘനത്തിൻ്റെ കടം തൻ്റെ ശരീരവും രക്തവും നമുക്കായി ഏൽപ്പിച്ചു കൊടുത്തത് മുഖാന്തരമായി കൊടുത്തു തീർത്തു. കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം നമ്മുടെ പാപങ്ങളെ കണക്കിട്ടു.
അങ്ങനെ നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് കർത്താവ് ക്ഷമിച്ചു. മാത്രമല്ല നമ്മുടെ പാപങ്ങളെ ദൈവം മറയ്ക്കുകയും ചെയ്തു. പാപങ്ങളെ ദൈവം മറച്ചു എന്ന് പറയുമ്പോൾ 4 പ്രത്യേക വാക്യങ്ങൾ ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 103-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവീദ് തന്നെ പറയുന്നു, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ യഹോവ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. ഉദയാസ്തമനങ്ങൾ, അതായത് ചക്രവാളത്തിൽ നിന്ന് ചക്രവാളത്തേക്കുള്ള ദൂരം എത്രയാണെന്ന് ലോകത്തിലെ ഒരു ശാസ്ത്രജ്ഞനും ഇന്നുവരെ കണക്കൂട്ടിയെടുത്തിട്ടില്ല. അനന്തമജ്ഞാതമായി വിഹരിക്കുന്ന ഈ പ്രപഞ്ച സീമയിൽ ചക്രവാളത്തിൽ നിന്ന് ചക്രവാളത്തേക്കുള്ള ദൂരം അളന്നു തിട്ടപ്പെടുത്തുവാൻ ലോകത്തിലെ ഒരു മനുഷ്യ മസ്തിഷ്കത്തിനും സാധിക്കാത്തതുകൊണ്ട് ഇന്നുവരെയും ആ ബന്ധപ്പാടിന് ആരും തയ്യാറായിട്ടില്ല. ഇങ്ങനെ കിടക്കുകയാണ്, നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഉദയവും അസ്തമനവും തമ്മിലുള്ള ആ ദൈർഘ്യം എന്താണെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാത്തതുപോലെ ദൈവം നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നമ്മുടെ ലംഘനങ്ങളെ, അതായത് ക്രിസ്തുവിൽ ദൈവം കണക്കിട്ട നമ്മുടെ ലംഘനങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് എൻ്റെ അർത്ഥം. യെശയ്യാ-പ്രവാചകന്റെ പുസ്തകം 47 വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, കാർമുകിൽ പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. കാർമേഘം കൊണ്ട് ഇരുണ്ടു മൂടി ആകാശവിധാനത്തിൽ അല്പസമയം കഴിയുമ്പോൾ ഒരു കാറ്റടിച്ചിട്ട് ആ കാർമേഘത്തെ ചിതറിച്ച് അത് എവിടെ ഉരുണ്ടുകൂടിയെന്ന് കാണാൻ കഴിയാതെ വണ്ണം അത് അകന്നു മാറുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെയും പാപങ്ങളെയും ദൈവം നമ്മോട് അകറ്റിയിരിക്കുന്നു. മൂന്നാമത് നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാ-പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ഹിസ്കിയാ രാജാവിന് ലഭിച്ച രോഗസൗഖ്യത്തോട് ബന്ധത്തിൽ അദ്ദേഹം ദൈവത്തിന് നന്ദി പറയുന്ന പ്രവാചക പുസ്തകത്തിലെ 38-ാം അധ്യായത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, എങ്കിലും എൻ്റെ സകല പാപങ്ങളെയും നീ നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സകല പാപങ്ങളെയും ദൈവത്തിൻ്റെ പിറകിൽ, ഗോഡ് ഹാസ് പ്ലേസ്ഡ് അവർ സിൻസ് ബിഹൈൻഡ് ഗോഡ്, ദൈവത്തിൻ്റെ പിറകിൽ നമ്മുടെ പാപങ്ങൾ എറിഞ്ഞു കളഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ആദ്യന്ത വിഹീനനായ ദൈവം എന്നാണ്. ആദി അവസാനമില്ലാത്ത ദൈവം. ഇപ്പം ദൈവത്തിന് ആരംഭമില്ല, നമുക്കെല്ലാവർക്കും ആരംഭമുണ്ട്. എന്നാൽ ദൈവത്തിന് ആരംഭമില്ല, അവിടുന്ന് ആദ്യ അന്തവിഹീനനാണ്. ആദ്യ അന്തവിഹീനനായി ദൈവത്തിൻ്റെ പിറകിൽ നമ്മുടെ പാപങ്ങളെ എറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ പാപങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് എൻ്റെ അർത്ഥം. എങ്കിലും എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ നീ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹത്തോടെ വാഴ്ത്തുന്നു. യെശയ്യാവ് പറയുകയാണ്, മരണകരമായ രോഗബാധയാൽ പരിഭ്രമചിത്തനായി തീർന്ന രാജാവ് യെശയ്യാ-പ്രവാചകൻ മുഖാന്തരമായി അറിയിച്ച ദൂത് മുഖാന്തരം അവൻ സൗഖ്യം പ്രാപിക്കുകയും ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുമ്പോൾ താൻ പറയുകയാണ്, എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ നീ എറിഞ്ഞു കളഞ്ഞു. ഇനി അടുത്ത് 4-മതായി പറയുന്നത് മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിലാണ്. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു, എങ്കിലും അവൻ നമ്മുടെ സകല പാപങ്ങളെയും സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഇട്ടിരിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഇന്ന് വരെ ഈ കണ്ടെത്തിയിട്ടുള്ള സമുദ്രത്തിലെ അഗാധമായ ഗർത്തങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അഗാധമായ ഗർത്തത്തിൽ, അതായത് മനുഷ്യനോ ജീവജാലങ്ങൾക്കോ ജീവിക്കാൻ കഴിയാത്ത നിലയിൽ ചെന്ന് തേടി അന്വേഷിച്ച് കണ്ടെത്തുവാൻ കഴിയാത്ത നിലയിൽ അത്യഗാധമായിരുന്ന ഗർത്തങ്ങൾ, ആഴങ്ങൾ ഈ സമുദ്രങ്ങളിലുണ്ട്. അതിൻ്റെ അടിത്തട്ടിൽ കൊണ്ട് നമ്മുടെ പാപങ്ങളെ ഇട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി ആ പാപത്തെ പിക്ക് ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങളെ ദൈവം മായ്ച്ചു കളഞ്ഞതിൻ്റെ 4 പ്രത്യേക വശങ്ങളെ സംബന്ധിച്ച് നമ്മൾ ദൈവത്തിൽ വായിക്കുകയാണ്. 1, ഉദയ അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. 2, ദൈവത്തിൻ്റെ പിറകിൽ നമ്മുടെ പാപങ്ങളെ എറിഞ്ഞിരിക്കുന്നു. 3, കാർമുകിൽ പോലെ ആ ലംഘനങ്ങളെ ദൈവം അകറ്റിക്കളഞ്ഞിരിക്കുന്നു. 4, സമുദ്രത്തിൻ്റെ അടിയിൽ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ പാപങ്ങളെ ആർക്കും മടക്കിക്കൊണ്ടുവരുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. കാൽവറിലെ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു എന്താണ് ചെയ്തത് എന്നാണ് ഈ വചനഭാഗങ്ങളെല്ലാം പറയുന്നത്. നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും നമ്മുടെ ലംഘനങ്ങളും സ്വമേധാ കർത്താവായ യേശു തൻ്റെ ശിരസിൽ ആവഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവറിലെ ഗോൽഗോഥായിലേക്ക് നടന്നകുന്നു. അവിടുത്തെ തിരുശരീരം നമ്മൾക്കായി സമ്പൂർണമായ യാഗമായി ഏൽപ്പിച്ചു കൊടുക്കുകയാൽ നമ്മുടെ പാപങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ പാപത്തിൻ്റെ ശാശ്വതമായ പരിഹാരവും വന്നിട്ട് നമ്മുടെ ലംഘനങ്ങളാലുള്ള കടഭാരം സമ്പൂർണമായി നീക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ സന്തോഷമാണ് ദാവീദ് പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ.
നാം ദൈവസ്ഥലിൽ നിന്ന് രാവിലെ ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തെ മതിക്കുന്ന ഏറ്റവും വലിയ ചിന്ത, നമുക്ക് ഒരിക്കലും കൊടുത്തു തീർക്കാൻ കഴിയാത്ത പാപത്തിൻ്റെ ഭാരിച്ച കടഭാരം നമ്മുടെ കർത്താവായ യേശു നമുക്കായി ക്രൂശിൽ കൊടുത്ത് തീർത്തു. 2, ആർക്കും ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത പാപം എന്നേക്കുമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മായ്ച്ചു കളഞ്ഞു. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു: അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാവിലെ സമയം നാം ദൈവത്തെ ആരാധിക്കുവാൻ യോഗ്യന്മാരായി തീർന്നിരിക്കുന്നത് നമുക്കായി കർത്താവായ യേശു ക്രൂശിന്മേൽ ചൊരിഞ്ഞ അവിടുത്തെ പരിപാവനമായ രക്തമാണ്. ആ രക്തത്താലാണ് നമുക്ക് വിമോചനം ലഭിച്ചത്. അതുകൊണ്ടാണ് സകല ആരാധനയും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി, അതായത് യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് നാം അർപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരും വെള്ളവസ്ത്രം ശുഭ്രവസ്ത്രം ധരിച്ചവരായി ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ ആരാധനയുടെ ആ ദൃശ്യമനോഹരമായ രംഗത്ത് അവരിങ്ങനെ പാടുകയാണ്: നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിൽ നിന്നും ജാതികളിൽ നിന്നുള്ളവരെ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പറയുകയാണ്: ആകയാൽ സകല സ്തുതിയും സ്തോത്രവും തേജസ്സും ബഹുമാനവും മാനവും മഹത്വം അണിയിക്കപ്പെടുവാൻ നീ മാത്രം യോഗ്യൻ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കൽ കൂടി നമ്മെ സ്നേഹിച്ച് നമ്മുടെ സകല പാപഭാരവും എന്നേക്കുമായി നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവായ ദൈവത്തിന് എല്ലാ നന്ദിയും എല്ലാ സ്തുതിയും എല്ലാ സ്തോത്രവും എല്ലാ ബഹുമാനവും തേജസ്സും പുകഴ്ചയും അണിയിച്ചുകൊണ്ട് കർത്താവേ നീ യോഗ്യൻ, നീ മാത്രം യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ദൈവത്തെ ആരാധിക്കാം, അവിടുത്തെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.